ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. കഴിഞ്ഞ 10 വർഷം താനൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി സമീർ ടി തിരുത്തിയിൽ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 60 വർഷം കുത്തകയായി ഭരിച്ച മുസ്ലിം ലീഗിന് മണ്ഡലത്തിൽ കാര്യമായ പുരോഗതി വരുത്താൻ കഴിഞ്ഞിരുന്നില്ലെന്നും CPM നേതാക്കൾ പറഞ്ഞു. 2400 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് താനൂരിൽ വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കേരള സർക്കാർ നടപ്പിലാക്കിയത്. ആരോഗ്യം, വിദ്യാഭ്യാസം, കായികം, പശ്ചാത്തല വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിങ്ങനെ സമസ്ത മേഖലയിലും വികസനം എത്തിക്കാൻ LDF സർക്കാരുകൾക്ക് കഴിഞ്ഞതായും ഇടത് സ്ഥാനാർത്ഥി മുഹമ്മദ് സമീർ ടി തിരുത്തിയിൽ പറഞ്ഞു. 60 വർഷം കുത്തകയായി ഭരിച്ച മുസ്ലിം ലീഗിന് മണ്ഡലത്തിൽ കാര്യമായ പുരോഗതി വരുത്താൻ കഴിഞ്ഞിരുന്നില്ല. ഈ പ്രതിഷേധത്തിലാണ് 2016 വി അബ്ദുറഹ്മാനിലൂടെ താനൂർ മണ്ഡലം ചുവപ്പണിഞ്ഞത്. അതിന് തുടർച്ചയുണ്ടാകുമെന്നാണ് മണ്ഡലത്തിലൂടെയുള്ള പര്യടനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം 2400 കോടി രൂപയുടെ വികസനങ്ങളാണ് നമ്മുടെ താനൂരിൽ വന്നിട്ടുള്ളത്. ഞാൻ ഈ നാട്ടുകാരനാണ്. അപ്പോൾ ഇവിടുത്തെ MLA തുടങ്ങി വെച്ച വികസന പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് അദ്ദേഹവും പാർട്ടിയും എന്നോട് നിർദ്ദേശിച്ചനുസരിച്ച് ഞാൻ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത് ഇപ്പോൾ ജനങ്ങളെല്ലാം നല്ലൊരു പ്രതികരണം അവർക്ക് നല്ലൊരു രണ്ടാം മാമനെ കിട്ടിയെന്ന് പറഞ്ഞാണ് എന്നോട് പ്രതികരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉദ്ദേശം അത് തന്നെ. ഇവിടെ നടപ്പിലാക്കിയ വികസനങ്ങൾ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുമായി മുന്നോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പരാജയഭീതി പൂണ്ട മുസ്ലിം ലീഗ് വ്യാപകമായ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ അത് ജനങ്ങൾ തള്ളിക്കളയുന്ന കാഴ്ചയാണ് കാണുന്നത്. മണ്ഡലത്തിൽ ഒട്ടേറെ പദ്ധതികൾ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. അവ പൂർത്തീകരിച്ച് സമഗ്രമായ വികസനമാണ് ലക്ഷ്യമിടുന്നതെന്ന് CPM നേതാക്കളും പറഞ്ഞു. മനോരമക്കാരാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അത് വേറെ വിഷയമാണ്. അതിന് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. വോട്ട് സ്വീകരിക്കും. ആര് വോട്ട് ഞങ്ങൾക്ക് ചെയ്യുന്ന വോട്ട് വേണ്ടെന്ന് എങ്ങനെയാ പറയാം? നിങ്ങൾ ബൂത്ത് പോയിട്ട് മനോരമന്റെ ലേഖകനാണ് ബൂത്ത് പോയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്നത് അവിടെ കൈ പിടിച്ചേക്കാൻ പറ്റുമോ? അല്ല, അതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യില്ലേ? ആരും പോയില്ലേ? നമുക്ക് ആർക്കും പിടിച്ചേക്കാൻ പറ്റില്ല. 10 കൊല്ലമല്ല, 60 കൊല്ലം. CH മുഹമ്മദ് കോയ സാഹിബ് മുതൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി വരെ ഇവിടെ MLA-മാരും മന്ത്രിമാരായിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരനായ കുട്ടിയാമുട്ടിയൊക്കെ വരെ 60 കൊല്ലക്കാലം ഇവിടെ ഒരു സ്റ്റേഡിയോ ഒരു ഗ്രൗണ്ടോ ഇല്ലാന്ന് അവർ തത്വത്തിൽ സമ്മതിക്കുകയാണ്. ഒന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഈ 10 കൊല്ലക്കാലം കൊണ്ട് എന്തൊക്കെ വരണം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇവിടെ നമുക്ക് സ്റ്റേഡിയങ്ങൾ, അത്യാവശ്യത്തിനുള്ള സ്റ്റേഡിയങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്പോർട്സ് നടത്താൻ ആവശ്യമായ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ മുന്നിലുള്ളത്. അത് തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അതിനുള്ള പദ്ധതി രേഖ സമർപ്പിച്ചതാണ്. ആരെയാണ് തടസ്സം നിന്നത്? LDF ആണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഈ നാട് സാക്ഷിയാണ്. ഇവിടെ നുണപ്രചരണങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്താത്ത വീടുകൾ മണ്ഡലത്തിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളതെന്നും ഇവർ പറഞ്ഞു. സ്ഥാനാർത്ഥിക്കൊപ്പം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയൻ, ജില്ലാ കമ്മിറ്റി അംഗം N. ആദിൽ എന്നിവരും പങ്കെടുത്തു.